എല്ലാവർക്കും കുക്ക്ടെയിൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പം ഞാൻ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് വരാം. പൊട്ടറ്റോയിൽ ഒരുപാട് അയൺ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറുത്ത നിറാവും. അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അത് ഒഴിവാക്കാനാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിന് മുറിക്കുന്ന രീതിനെ പറയുന്ന പേരാണ് ബേറ്റൻസ് എന്ന്. അതായത് ചെറിയ ചെറിയ ഫിംഗേഴ്സ് പോലെ ചെറിയ ചെറിയ നീളത്തിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വരുന്ന പീസസ് ആണ്. അപ്പം നമ്മൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. പിന്നെ ഷേപ്പിലും ഇതിലൊക്കെ വ്യത്യാസം വന്നാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കണതല്ലേ. റെസ്റ്റോറൻറ്റിൽ അവർ ഏകദേശം ഒരേപോലത്തെ പീസസാണ് നമുക്ക് കൊണ്ടുതരിക. എന്നാലും ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വെഡ്ജസ് പോലത്തെ പീസസ് കിട്ടാറുണ്ട്. ഇനി മുറിച്ചെടുക്കുമ്പോൾ അത് ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ അടിഭാഗത്ത് നമ്മൾ എവിടെയാണോ വെച്ച് മുറിക്കുന്നത് ആ ഭാഗത്ത് ചെറിയൊരു ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ഇത്തിരി ഫ്ലാറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ പീസസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഷേപ്പൊന്നും നമുക്ക് വീട്ടിൽ കഴിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി മുറിച്ചെടുക്കാം. ഞാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ നടക്കും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം, ഏകദേശം ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാനൊരു 1 മണിക്കൂർ വെക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് സ്റ്റാർച്ച് റിമൂവ് ചെയ്യാനാണ്. സ്റ്റാർച്ച് നമുക്ക് മാക്സിമം റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ലൈറ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് 4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്യാൻ പോവുക, വേവിക്കാൻ പോവുക. മുഴുവനായിട്ട് വേവിക്കാൻ പാടില്ല, ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇച്ചിരി ഉപ്പിട്ടിട്ട് വേവിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾ ചേർക്കണമെന്നില്ല. ഞാനൊരു ചെറിയൊരു കളറ് വരാൻ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രം. പിന്നെ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലാഞ്ചിങ്. അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നന്നായി ഫ്രീസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുക. പക്ഷേ ആ ഫ്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും കളറും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഇത് ഓയിൽ ബ്ലാഞ്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ ബ്ലാഞ്ചിങ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വാട്ടർ ബ്ലാഞ്ചിങ് ആണ്. 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. റിപ്പീറ്റഡ് ആയിട്ട് തിളപ്പിച്ച ഓയിൽ നമ്മൾ യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം ഇത് എത്രത്തോളം വേവ് ആയിട്ടുണ്ടെന്ന്. അത് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ പാകം. മുഴുവനായിട്ട് വെന്തുടയാൻ പാടില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. പിന്നെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ പൊട്ടറ്റോ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പീസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ എന്നാൽ മുഴുവനായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഇനി ഇത് നന്നായി ചൂടാറണം. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും വേവ് ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ടിഫിൻ ബോക്സ്, സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സിലാണ് വെക്കാൻ പോണത് ഫ്രീസറിൽ. പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചോളൂ, കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ബോക്സ് ആണ് ഉള്ളത് വെച്ചാൽ അതിൽ വെച്ചോളൂ. സ്റ്റീലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായി ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ്. ഞാനിത് 1 മണിക്കൂർ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കേണ്ട, അരമണിക്കൂർ മതിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. സാധാരണ ഷോപ്പിലൊക്കെ ഇത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് ഓർഡർ അനുസരിച്ച് ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് ഹൈ ഫ്ലെയിമിൽ, അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ നമ്മളതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം എടുക്കാറാവുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുണ്ട്. അതായത് നമ്മളിത് വറുത്തത് ഇങ്ങനെ ഈ കണ്ണാപ്പയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പരസ്പരം തട്ടിയിട്ടൊരു ശബ്ദം ഉണ്ടാവും, ഈ വറുത്ത പൊട്ടറ്റോ പീസസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റുകയാണ്. ഫ്രൈ ചെയ്ത ഉടനെ സെർവ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ഈസി ആയിട്ടാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കിയത്, ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. മാത്രമല്ല വളരെ, അതായത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തുകൊണ്ട് പിന്നെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പെപ്പർ തൂവി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.